മുസ്ലിമീങ്ങളുടെ പാപം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയാനുള്ള പൃഷ്ഠബലം ആര് കൊടുത്തു ഈ മനുഷ്യനെ? വൃത്തികേടല്ലേ സഹോദരങ്ങളെ പറഞ്ഞിരിക്കുന്നത്? വത്തിക്കാനിലെ പോപ്പിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? ക്രൈസ്തവ മതാനുയായികൾ ചെയ്യുന്ന എന്ത് തോന്നിവാസത്തിന്റെയും ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് വത്തിക്കാനിൽ നിന്ന് പോപ്പുമാര് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചോളണം. തെറ്റോ ശരിയോ എന്ന് നോക്കേണ്ടതില്ല. തെറ്റാണെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇയാള് മനസ്സിലാക്കിയത് അവിടെ കൗണ്ടറിലുണ്ടാകുക ഉമ്മർ മൗലവിയാണ്. പരലോകത്ത് ചെല്ലുമ്പോ കൗണ്ടറിൽ ഉമ്മർ മൗലവി ഇരിക്കുന്നുണ്ടാവുന്ന ഈ സാധു മനസ്സിലാക്കിയോ? തെറ്റും ശരിയും നോക്കാതെ മുജാഹിദുകൾ ചെയ്യുന്ന, വഹാബികൾ ചെയ്യുന്ന എന്ത് പാപഭാരവും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഈ ശബ്ദം സഹോദരങ്ങളെ പോപ്പിന്റെ ശബ്ദമാണ്. ഇത് വത്തിക്കാനിൽ നിന്നുള്ള ശബ്ദമാണ്. ഇത് ഇസ്ലാമിന്റെ ശബ്ദമല്ല. ഈ കാര്യം എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ വഹാബികളുടെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഗൾഫ് സലഫിസവും വഹാബിസവും എന്ന പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു അവകാശവാദമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ 116-ാമത്തെ പേജ്. നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയുവാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള, അതായത് മുജ്തഹിദ് മുത്ലക്കുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. ഇമാം ഷാഫിയും ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയും ഇമാം അഹമ്മദും ഇമാം മാലിക്കും ഒക്കെയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നത് പോലും പൂർണ്ണമായി അറിയാത്ത വഹാബി മൗലവിമാരാണ് എഴുതി വെക്കുന്നത്. ഷാഫി ഇമാമിനെ പോലെയുള്ള, അതുപോലെ അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള 10 ലക്ഷവും 11 ലക്ഷവും 8 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഹദീസുകൾ മനപ്പാടം കൊണ്ട് നടന്നിരുന്ന മഹോന്നതന്മാരായ പണ്ഡിതന്മാരുടെ തനി പകർപ്പുകളെ സൃഷ്ടിക്കാൻ കേരളത്തിലെ വഹാബിസത്തിന് സാധിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ മുജ്തഹിദ് മുത്ലക്കുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കുറെ കാര്യങ്ങൾ സഹോദരങ്ങളെ അവിടെയൊക്കെ പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല. ഒരു കാര്യം മാത്രം, ഇവരുടെ ഇജ്തിഹാദിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇജ്തിഹാദിനെ കുറിച്ചും മദ്ഹബിനെ കുറിച്ചൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് അതിനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. ഇമാം ഷാഫി 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമുള്ള ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ്. അഹ്മദ് ബിൻ ഹംബലിന് എത്ര ലക്ഷം ഹദീസ് മനപ്പാടം? 10 ലക്ഷം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ആകെ എത്രയാ? 10 ലക്ഷം. 10 ലക്ഷം ഹദീസുകൾ മനപ്പാടം കൊണ്ട് നടന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം ഷാഫി. ആ ഇമാം ഷാഫി സഹോദരങ്ങളെ ഗവേഷണം നടത്തി ഒരു വിധി പറഞ്ഞാൽ ആ വിധി ഖുർആനിനും 10 ലക്ഷം ഹദീസുകൾക്കും വിധേയമാണ്. എന്നാൽ ഇന്നിവിടുത്തെ വെറും മുജ്തഹിദുകൾ ഉണ്ടല്ലോ, തനി മുജ്തഹിദുകൾ എന്ന് പറയുന്ന മൗലവിമാര്, അവര് ഒരു ഗവേഷണം നടത്തി ഒരു സുന്നത്ത് കണ്ടുപിടിച്ചാൽ, ഒരു നിയമം കണ്ടുപിടിച്ചാൽ ആ നിയമം ഖുർആനിനും കേവലം 50,000-ൽ താഴെ ഹദീസുകൾക്കും വിധേയമാണ്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഹദീസുകളിൽ നിന്ന് 50,000 ഹദീസുകൾ മാത്രമേ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ളൂ. അതുതന്നെയും കേരളത്തിലുണ്ടോ? കേരളത്തിലുള്ള ഇവരുടെ അഫ്ദൽ ഉലമാ കോളേജ് മുഴുവനും നിങ്ങൾ പരിശോധിച്ചോ? ഈ അഫ്ദൽ ഉലമാ കോളേജിൽ മുഴുവനുള്ള ചില്ലലമാരകൾ മൊത്തം നോക്കിക്കോ. എന്നിട്ട് മൊത്തം എത്ര ഹദീസുകൾ ഉണ്ടാവും? 50,000 ഉണ്ടോ? 10,000 ഉണ്ടോ? ഇനി 50,000 ഹദീസുകൾ ഉണ്ടെങ്കിൽ തന്നെ
ആ ഹദീസുകൾ ഇവർ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ചില്ലലമാരിൽ ഇങ്ങനെ മൊത്തം വെച്ച് കാണാന്നല്ലാതെ ഇവരാരെങ്കിലും ആ ഹദീസ് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന കൊച്ചു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. പള്ളി ദർസുകളിൽ കുട്ടികൾക്ക് ഹദീസ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഓതിക്കൊടുക്കുന്ന ഹദീസിന്റെ ചെറിയ ഗ്രന്ഥം. ആ ഗ്രന്ഥമെങ്കിലും മനപ്പാടമുള്ള എത്ര മൗലവിമാരുണ്ട് സുഹൃത്തുക്കളെ? എന്നിട്ട് ഇവരാണ് തനി മുജിത്തഹിദുകള്. മുജിത്തഹിദ് മുഖയ്യതൊന്നല്ല, പിന്നെയോ തനി മുജിത്തഹിദുകൾ, മുജിത്തഹിദ് മുത്തലക്കുകൾ. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിരുപാധികം ഗവേഷണം നടത്തി മതവിധികൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള പണ്ഡിതന്മാർക്കാണ് മുജിത്തഹിദ് മുത്തലക്ക് എന്ന് പറയാം. ആ മുജിത്തഹിദ് മുത്തലക്കുകളാണ് കേരളത്തിലുള്ള എല്ലാ മൗലവിമാരും. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ പള്ളിയിലെ ഇമാമുമാരും മദ്രസയിലെ മുഅല്ലിമീങ്ങളും അതുപോലെ പള്ളിയിലെ ഖതീബന്മാരും അങ്ങനെ നമ്മുടെ പ്രബോധക സംഘത്തിലെ അംഗങ്ങളും എല്ലാവരും തനി മുജിത്തഹിദുകളാകുന്നു. എന്നാൽ ആ തനിമുകളുടെ നേതാവാണല്ലോ ഉമർ മൗലവി. അദ്ദേഹം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ഗവേഷണം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചുതരാം. അദ്ദേഹത്തോട് ഒരു ചോദ്യം. സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും കുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴിപിടച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബഹി നമസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? അതായത് സുന്നിപ്പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരു സുന്നി ഇമാം, ആ സുന്നി ഇമാമിനെ തുടർന്ന് സുബഹി നിസ്കരിക്കുന്ന, അയാൾ കുനൂത്ത് ഓതുമല്ലോ, സുബഹി നിസ്കരിക്കുന്ന ആ മുജാഹിദ് സഹോദരങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? ഉമർ മൗലവിനോട് ചോദ്യം. ഉമർ മൗലവി അതിന് പറയുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ. മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേകം ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടാഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയുമില്ല. ഇമാം കുനൂത്ത് ഓതുന്ന സമയത്ത് കുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. എത്ര മറുപടിയായി? 7 ഖുർആൻ എവിടെ? സുന്നത്ത് എവിടെ? ഹദീസ് എവിടെ? ഒന്നുമില്ല. അതൊക്കെ ഉമർ മൗലവിന്റെ ആഫീസിലുണ്ട്, അവിടെ ചെന്നാൽ കിട്ടും. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം നടത്തി ചോദ്യത്തിന് മറുപടി പറയേണ്ട മുജ്തഹിദ് മുത്തലക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു സ്വന്തം തൊള്ള കൊണ്ട്. തെളിവെന്താ? തൊള്ള. ഫത്വേദ? തൊള്ള. തൊള്ളയിൽ അപ്പുറം ഒന്നുമില്ല. ഹദീസില്ല, ആയത്തില്ല. പിന്നെ പറഞ്ഞ മറുപടി എന്താ? മൂപ്പർക്ക് തോന്നിയതൊന്ന് വേറെ, മനസ്സിലായതൊന്ന് വേറെ. ആ ഇമാമിനോട് തുടരുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു, ആ ഇമാമിനെ തുടരാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാവുന്നു. മനസ്സിലായതൊന്ന് വേറെ, തോന്നിയതൊന്ന് വേറെ. സഹോദരങ്ങളെ, ഇതിന്റെ ചികിത്സ സാധാരണ ആശുപത്രി കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രോഗത്തിന്റെ ചികിത്സ സാധാരണ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല, അതിന് വേറെ ഹോസ്പിറ്റലിൽ പോകണം. തോന്നുമ്പോ ഒന്ന് മനസ്സിലാകുക, ഒന്ന് മനസ്സിലാവുമ്പോ മറ്റൊന്ന് തോന്നുക. ഇത് രോഗം വേറെയാണ്. ഫത്വയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് ആ ഇമാമിനോട് തുടരുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു, അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റില്ല. അപ്പൊ ചെറിയ ശിർക്കൊക്കെ ആണെങ്കിൽ ഒപ്പിച്ചു പോകുക. ഖുത്ബിയത്ത് 1000 വട്ടം ചൊല്ലി, ഖുത്ബിയത്തിൽ യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 തവണ ചൊല്ലി വിളിച്ച് ആണോ ഖുത്ബിയത്ത് നടത്തുന്നത്? എങ്കിൽ നിങ്ങളെ തുടരാൻ പറ്റില്ല, നിങ്ങൾ കൊടിയ മുശ്രിക്ക, തനി മുശ്രിക്ക. അല്ല, ഒരു 313 പ്രാവശ്യമൊക്കെ യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊരു 313 തവണ വിളിച്ചാണോ ഖുത്ബിയത്ത് ചെല്ലുന്നത്? എന്ന് നിങ്ങൾ ചെറിയ മുശ്രിക്കാണ്, നിങ്ങളെ തുടരാം. ഇങ്ങനുണ്ടോ ഇസ്ലാമിന്റെ നിയമം? ശിർക്ക് 2? ഇസ്ലാമിൽ ശിർക്ക് 2 സഹോദരങ്ങളെ? ഇസ്ലാമിൽ സാങ്കേതികമായി പറയുന്ന ശിർക്ക് അത് ഒന്നേ ഉള്ളൂ. അതെല്ലാം മഹാപാതകമാണ്.
ശിർക്കിന് ചെറുത് വലുത് എന്നില്ല. റിയായിനെ സംബന്ധിച്ച്, ലോകമാന്യത്തെക്കുറിച്ച്, പ്രകടനപരതയെക്കുറിച്ച് ചില ആളുകൾ പലപ്പോഴും ചില ഹദീസിലും അതുപോലെ പണ്ഡിതന്മാരും റിയായിനെ കുറിച്ച് ചെറിയ ശിർക്ക് എന്ന് പ്രയോഗിച്ചത് കാണും. അത് സാങ്കേതികമായ ശിർക്കല്ല. സാങ്കേതികമായ ശിർക്ക് ഇസ്ലാമിൽ ഒന്നേ ഉള്ളൂ, അത് മഹാപാതകമാണ്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് ശിർക്കാണെങ്കിൽ ഒരു തവണ വിളിച്ചാലും 1000 തവണ വിളിച്ചാലും ശിർക്കന്നെ, അവൻ മുശ്രിക്കന്നെ. ആ മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കാമെന്നാണ് സഹോദരങ്ങളെ ഉമർ മൗലവി പറയും. ഞാൻ നിങ്ങളോട് ഈ ഫത്വ വായിച്ചത് എന്തിനാണ്? കേരളത്തില് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുജ്തഹിദുകളുള്ള പ്രദേശം കേരളമാണ് എന്നാണ് വഹാബികൾ നേരത്തെ പറഞ്ഞത്. ആ മുജ്തഹിദുകളുടെ നേതാവാണ് ഉമർ മൗലവി. അദ്ദേഹം കൊടുത്ത ഒരു ഫത്വയുടെ കോലമാണ് നമ്മൾ വായിച്ചത്. ഷാഫി ഇമാമും അതുപോലെ മറ്റ് 3 മദ്ഹബിന്റെ ഇമാമുകളും 4 പേരും കൂടി ഒരു മസ്അലയിൽ ഫത്വ കൊടുത്താൽ കൂടിയാൽ എത്ര ഉണ്ടാവും? 4 വിധി. ഇയാൾ ഒരൊറ്റ വിഷയത്തില് ഇയാൾ മാത്രം ഖുർആനി സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുത്തപ്പോ വിധി എത്രനായി? 7 എണ്ണം. എന്നിട്ട് അവസാനം മൂപ്പർ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഖുനൂത്ത് ഓതണമെന്നാ സമാധാനം, എന്നാ ഓതാം. ഓതണ്ടെന്നാ സമാധാനം, എന്നാ ഓതണ്ട. നിസ്കരിക്കണ്ടെന്നാ സമാധാനം, സുബഹിയെന്നെ നിസ്കരിക്കണ്ട. ചേകനവെന്ന് അങ്ങനെയായിരുന്നു സമാധാനം, സുബഹിയെന്ന് നിസ്കരിക്കണ്ട. മൂപ്പര് നിസ്കരിച്ചില്ല. തീരെ നിസ്കരിക്കണ്ടെന്നാ സമാധാനം, നിസ്കരിക്കണ്ട. നോമ്പെടുക്കണ്ടെന്നാ സമാധാനം, എന്നാ വേണ്ട. നോമ്പെടുക്കണമെന്നാ സമാധാനം, എന്നാ നോറ്റോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മനസ്സിന് സമാധാനം തോന്നിയതുപോലെ ചെയ്യാവുന്നതാണ് എന്നാണ് ഈ പടുവിട്ടി സഹോദരങ്ങളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ ഫത്വ കൊടുത്തിരിക്കുന്നത്. ഇതും കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളെ വഹാബികൾ വിചാരിച്ചത്. ഉമർ മൗലവി ഇപ്പൊ നരകത്തിന്റെ കവാടത്തിൽ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് തന്നെയും നരകത്തിൽ സ്ഥലമല്ല. ഉമർ മൗലവി കവാടത്തിൽ ഇപ്പോഴും സീറ്റ് കിട്ടാൻ നിൽക്കുക. എന്നിട്ടാണ് നമ്മുടെ വഹാബി മൗലവിമാരും വഹാബി മുജ്തഹിദുകളും വഹാബി അനുയായികളും ഈ ഉമർ മൗലവിയെ സഹോദരങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ സ്വർഗത്തിലെത്തുക? അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫ് പൊളിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ സ്വർഗത്തിൽ പോകുകയും കള്ളുകുടിയും വ്യഭിചാരവും പതിവാക്കി ക്രൈസ്തവ ചർച്ചും അമ്പലവും ഒക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞ് ഇസ്ലാമും ക്രിസ്തുമതവും ജൂതമതവും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് പട്ട് അനുവദനീയമാക്കി, കള്ള് അനുവദനീയമാക്കി, പലിശ അനുവദനീയമാക്കി ലോക തമ്മാടിത്തത്തിന് നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ സ്വർഗത്തിൽ പോകുമെന്നോ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ ഇനി നോക്കൂ നിങ്ങൾ, രസാവഹമായ മറ്റൊരു കാര്യം, മുജ്തഹിദുകളെ തക്ലീദ് ചെയ്യാൻ പാടില്ലല്ലോ. മുതഅല്ലിമീങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മുജ്തഹിദ് ഗവേഷണം നടത്താൻ കഴിവുള്ള ഒരു മുജ്തഹിദ് മറ്റൊരു ഗവേഷണം നടത്താൻ കഴിവുള്ള പണ്ഡിതനെ തക്ലീദ് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല. അവര് സ്വന്തമായി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വിധികൾ നിർദ്ധാരണം ചെയ്ത് ആ വിധികൾക്കനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, നമ്മളെ സക്കരിയ സലാഹി ഉണ്ടല്ലോ, നേരത്തെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് പൊളിക്കുന്നു പറഞ്ഞ മനുഷ്യൻ, വൃത്തികെട്ടവൻ. ആ മനുഷ്യൻ വിശ്വാസകാര്യങ്ങളിൽ പോലും മറ്റൊരു മൗലവിയെ തക്ലീദ് ചെയ്തുകൊണ്ട് ഞാൻ പിഴച്ചുപോയി എന്ന് വിലപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളൊക്കെ മുമ്പിൽ പറഞ്ഞു, ഈ സലാം സുന്നമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കും വിചാരിച്ചാൽ തെറ്റാവും. മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണെന്ന് സലാം സുല്ലമി പറഞ്ഞിട്ട് ഞാനൊക്കെ വിശ്വസിച്ച് നടന്നിരുന്നു. അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ. അതിന്റെ പിന്നിൽ വേറെ ചില രഹസ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വെട്ടിച്ചിറയിലെ പ്രസംഗത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കണില്ല. മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കല്ലാന്ന് ഈ വിവരം വെച്ച് പറഞ്ഞു കേട്ടോ. മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണ് എന്നാണ് കഴിഞ്ഞ 80 കൊല്ലക്കാലം ഇവർ പ്രസംഗിച്ചിരുന്നത്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അത് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കലാണ്, അത് ശിർക്കാണ് എന്ന് പറയുകയും മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവൻ കാഫറാകുമെന്ന് പ്രസംഗിക്കുകയും ചെയ്തിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ പറയുന്നത് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന്. ഈ സലാം സുല്ലമിന്റെ ക്ലാസ് കേട്ടിട്ട് ഞങ്ങൾ കുറെ വിശ്വസിച്ചിരുന്നു. അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ. അനക്കള്ള പുറത്തു തരും. സഹോദരങ്ങളെ, ഈ തക്ലീദ് എന്ന് പറഞ്ഞ സംഗതി എന്തിലാ? അത് കർമ്മശാസ്ത്രത്തിലാ.
കർമ്മശാസ്ത്രത്തിലെ തക്ലീദ്. ഈ കാര്യം ഇദ്ദേഹം പറഞ്ഞ കാര്യം ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇയാൾ തക്ലീദ് ചെയ്തു. ആരെ? സലാം സുല്ലമിയെ. ആ മനുഷ്യനോ ജനാപത്തുണ്ടായ കുളിക്കണ്ടെന്ന് പറഞ്ഞ പൊട്ടനാ. ആ പൊട്ടനെയാണ് തക്ലീദ് ചെയ്തിരിക്കുന്നത് വിശ്വാസ കാര്യങ്ങളിൽ. ആര്? സക്കരിയ സലാം. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തൗബ ചെയ്യുന്നു. സഹോദരങ്ങളെ, മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നവർ കാഫറുകളാണെന്ന് വിശ്വസിച്ച് മരിച്ചുപോയ കുറെ വഹാബികളുണ്ടല്ലോ, അവരുടെ പാപം ആരേറ്റെടുക്കും? പുരോഹിത സഭ ഏറ്റെടുക്കും. ടി പി അബ്ദുൽ കോയം അതിന് നേരത്തെ ഏറ്റെടുത്തല്ലോ. സ്വന്തം ഉപ്പയെ കാഫറാക്കിയവരില്ലേ കേരളത്തിൽ? മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ് എന്ന് വഹാബികൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മകൻ മുജാഹിദായി. ആ മകൻ ഉപ്പയെക്കുറിച്ച് കാഫിർ എന്ന് വിശ്വസിച്ചിട്ടില്ലേ? ആ ഉപ്പ മരിച്ചു പോയില്ലേ സുഹൃത്തുക്കളെ? ആ ഉപ്പയോട് ഈ മകൻ എങ്ങനെ സമാധാനം പറയും? ഇപ്പൊ വഹാബികൾ പറയുന്നത് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കല്ല, അങ്ങനെ ശിർക്കാണെന്ന് അബ്ദുസലാം സുല്ലമിയുടെ പ്രസംഗം കേട്ട് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു, അള്ളാഹ് ഞങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയുന്ന വഹാബികൾ സ്വന്തം ഉപ്പയെ കാഫറാക്കിയ, മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത്, മുഹ്യിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മറഞ്ഞ വഴിക്കുള്ള ഗുണപ്രതീക്ഷയാണ്. ആ മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണെന്നും അങ്ങനെ ചെയ്യുന്നവർ മുശ്രിക്കുകളാകുമെന്നും വഹാബിസം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഉമ്മ മുത്തുനബിയെ എന്ന് വിളിക്കുമ്പോൾ, സ്വന്തം ഉപ്പ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഉമ്മയായിട്ടെന്താ കാര്യം, ഉപ്പയായിട്ടെന്താ കാര്യം, അവര് കാഫിറുകളായി പോയില്ലേ എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന ഒരുപാട് വഹാബികൾ സഹോദരങ്ങളെ കേരളത്തിൽ ഇപ്പോഴുമില്ലേ? അവര് കാഫിറുകളായി മുദ്രകുത്തിയ അവരുടെ സ്വന്തം ഉമ്മമാരും ഉപ്പമാരും മരിച്ചുപോയില്ലേ? ആ മരിച്ചുപോയ ആളുകൾ അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം അവർ കാഫിറുകളാണ് എന്നായിരുന്നില്ലേ? ഈ മരിച്ചുപോയ ഉമ്മയോടും ഉപ്പയോടും സഹോദരങ്ങളെ, നിങ്ങൾ പാരത്രിക ലോകത്ത് വെച്ച് ആഖിറത്തിൽ വെച്ച് എന്ത് സമാധാനമാണ് പറയുന്നത്? എന്ത് സമാധാനമാണ് പറയാൻ പോകുന്നത്? സ്വന്തം ഉമ്മയെ കാഫിറാക്കി, സ്വന്തം ഉപ്പയെ കാഫിറാക്കി, കുടുംബത്തെ കാഫിറാക്കി, മുസ്ലിം ലോകത്തെ മൊത്തവും കാഫിറാക്കി. എന്തിന്റെ പേരിൽ? മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നു അല്ലാഹു അല്ലാത്തവരിൽ നിന്ന്. ഇപ്പൊ മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന് വിശ്വസിക്കുന്നത് പൊട്ടത്തരമാണ് പോലും. അത് സലാം സുല്ലമി പഠിപ്പിച്ച പൊട്ടത്തരമാണ്. ഞങ്ങൾ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ പോലും ഞങ്ങൾ ഇജ്തിഹാദിന്റെ ആളുകളാണെന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മുജ്തഹിദുകളെന്നും വാദിക്കുന്ന വഹാബികൾ വിശ്വാസ കാര്യങ്ങളിൽ പോലും സഹോദരങ്ങളെ സ്വന്തം മൗലവിമാരെ തക്ലീദ് ചെയ്ത് അനുകരിച്ച് പിഴക്കുകയും അങ്ങനെ ഞങ്ങൾ പിഴച്ചു പോയതായി ഞങ്ങൾക്ക് പടച്ചവൻ പുറത്തു തരട്ടെ എന്ന് സ്വന്തം വിലപിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് നാം സ്ക്രീനിൽ കണ്ടത്. സഹോദരങ്ങളെ, ഈ വഹാബിസം തന്നെയാണ് 1986 കേരളത്തിൽ ശരീഅത്ത് വിവാദം കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ലോകത്തിന്ന് വരെ ഒരു പ്രസ്ഥാനവും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ശരീഅത്ത് മാറ്റണം. ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യയിലുള്ള മുഴുവൻ നിയമസഭകളിലും മുസ്ലിം MLA-മാരും മുസ്ലിം MP-മാരും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശരീഅത്ത് നിയമങ്ങൾ മാറ്റാൻ പാടില്ലെന്നും വ്യക്തി നിയമങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും മതസ്വാതന്ത്ര്യം അംഗീകരിക്കണമെന്നും ഏക സിവിൽ കോഡ് ചെറുത്ത് തോൽപ്പിക്കണമെന്നും എല്ലാ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ അൽമനാർ മാസിക പുറത്തിറക്കി 1986 ജൂലൈ മാസം. ഈ അൽമനാർ മാസികയിൽ അവർ പറയുന്നു, അന്ത്യപ്രവാചകന്റെ വിയോഗത്തോടെ ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ നീണ്ട ചരിത്രത്തിൽ കാലഘട്ടങ്ങൾക്കും സ്ഥലത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് ചില പ്രശ്നങ്ങൾക്ക് വിധി കണ്ടുപിടിക്കുവാനും ഇജ്തിഹാദ് നടത്തുവാനും നിർബന്ധിതരായി തീർന്നിട്ടുണ്ട്. അതിനാൽ ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് പുതുമയുള്ളതും ചലനാത്മകവുമായിരിക്കണം.
ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ഇസ്ലാമിക ശരീഅത്ത് ഇങ്ങനെ ചലിക്കണം. അങ്ങനെ നമ്മളെ ചേകനൂർ മൗലവി പുതുമക്കനുസരിച്ച് ഒന്ന് ചലിപ്പിച്ചു നോക്കുമ്പോ സുബൈ നിസ്കാരാണ് ചലിച്ച് സൂര്യന്റെ ചോട്ടിക്കെത്തി. മൂപ്പരുടെ ശരീഅത്ത് അദ്ദേഹം അങ്ങനെ ചലിപ്പിച്ച് സുബൈ നിസ്കാരം സുബൈക്ക് നിസ്കരിക്കണ്ട, സൂര്യ ഉദിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഉന്തി സൂര്യന്റെ ചോട്ടിക്കെത്തിച്ചു. ഇങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ചലിപ്പിക്കണം എന്ന് കേരളത്തിലെ വഹാബികൾ എഴുതുക മാത്രമല്ല, അവർ ചലിപ്പിക്കുകയും ചെയ്തു. ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ. പ്രസംഗത്തിന്റെ കെട്ടുമട്ടും നോക്കണ്ട, കാര്യങ്ങൾ മാത്രം ഇപ്പൊ അങ്ങോട്ട് പറയാം. കാരണം ഞാൻ ശാരീരികമായ അവശന. വഹാബികളുടെ അള്ളാഹു മുമ്പ് ആകാശത്തിന്റെ ഉള്ളിലായിരുന്നു, ഇപ്പൊ ആകാശത്തിന്റെ പുറത്താ. കേരളത്തില് മുജാഹിദുകൾ പുറത്തിറക്കുന്ന അൽമനാർ മാസിക 2004 ഡിസംബറിലക്കം അൽമനാർ മാസികയിൽ പറയുന്നു, അള്ളാഹുവിന്റെ മുഖം എന്ന തലവാചകത്തിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ മുഖമുണ്ട്. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് ഈ അൽമനാർ മാസിക. അള്ളാഹുവിന് അവന്റെ പരമോന്നതിക്ക് അനുയോജ്യമായ 2 കരങ്ങളുണ്ട്, അള്ളാഹുവിന് 2 കൈകളുണ്ട് എന്നാണ് ഈ അൽമനാർ മാസികയിൽ പറയുന്നത്. ഇപ്പോ അള്ളാഹുവിന് എന്തൊക്കെയായി? മുഖം, അതുപോലെ 2 കൈകൾ. 2004 ഡിസംബറിലക്കം അൽമനാർ. ഇനി നോക്കൂ നിങ്ങൾ, 2005 ജനുവരിലക്കം അൽമനാറിൽ പറയുന്നത് അള്ളാഹുവിന് കണങ്കാലുണ്ട്. നോക്കൂ, അള്ളാഹുവിന്റെ പാദത്തെ സംബന്ധിച്ച് ഒട്ടേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 20ാമത്തെ പേജിൽ പറയുന്നു, 7 അള്ളാഹുവിന്റെ കണങ്കാൽ. അള്ളാഹുവിന് കണങ്കാൽ അഥവാ സാക്ക് ഉണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന് ഒരു മുഖം, 2 കൈ, ഒരു കണങ്കാല്. ഇനി അതേ പുസ്തകത്തിന്റെ തന്നെ അൽമനാറിന്റെ 21ാമത്തെ പേജിൽ പറയുന്നു, അള്ളാഹുവിന്റെ ഇറക്കം, വരവ്. അള്ളാഹു രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കുന്ന അവസരത്തിൽ 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ മുത്തശാബിഹായ ഹദീസുകളാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇവന്മാർ പറയുന്നു, അള്ളാഹു രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കുന്ന അവസരത്തിൽ 1ാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അല്ല, 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു വിചിത്രമായ കാര്യം, അത്തൗഹീദ്. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ പറയുന്നു, അള്ളാഹുവിന്റെ കൈകളെക്കുറിച്ച് പരാമർശം. ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. ആകാശം അള്ളാഹുവിന്റെ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. ഭൂമി ഒരൊറ്റ ഗോളല്ലേ ഉള്ളൂ, അത് ഇടത്തെ കൈയിലും. ആകാശം കുറെ ഗാലക്സികളും കുറെ ഗോളങ്ങളും ഒക്കെ കൂടിയ ഒരു സമാഹാരമാണല്ലോ, അതുകൊണ്ട് അത് വലത്തെ കൈയിലും. അങ്ങനെ ആകാശം വലത്തെ കൈയിലും ഭൂമി ഇടത്തെ കൈയിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ട് നേരത്തെ ഞാൻ വായിച്ച അൽമനാർ മാസികയിൽ പറയുന്നുണ്ട്, അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരും, 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. 1984 പ്രസിദ്ധീകരിച്ച മറ്റൊരു അൽമനാർ മാസികയിൽ പറയുന്നുണ്ട്, അള്ളാഹു തആല വലത്തെ കൈയിലുള്ള ആകാശത്തിൽ നിന്ന് ഇടത്തെ കൈയിലുള്ള ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മനസ്സിലായില്ല? അള്ളാഹു തആല ഒരു കൈയിൽ ആകാശം പിടിച്ചിരിക്കുക, മറ്റേ കൈയിൽ ഭൂമി. അപ്പൊ ഈ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എങ്ങനെ ഇറങ്ങാം? വലത്തെ കൈയിൽ പിടിച്ച ആകാശത്തിൽ നിന്ന് ഇടത്തെ കൈയിൽ പിടിച്ച ഭൂമിയിലേക്ക് ഇറങ്ങണം. അത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാൽ മതി, എങ്ങനെ ആയിരിക്കും അതെന്ന്. എന്റെ കയ്യിലുള്ള ആകാശത്തിൽ നിന്ന് എന്റെ കയ്യിലുള്ള ഭൂമിയിലേക്ക് ഞാൻ തന്നെ ഇറങ്ങണം. ഇതാണ് വഹാബിസം.
പൊട്ടത്തരത്തിന് കയ്യും കാലും മുളച്ചാൽ സൗകര്യമുണ്ടെങ്കിൽ അതിനെ വഹാബിസം എന്ന് വിളിക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ വാരി വിടുങ്ങുകയും ചെയ്യാം. ഇത് വാരി വിടുങ്ങാനും നമ്മുടെ കേരളത്തിൽ ആളുകൾ ഉണ്ടായി എന്നതാണ് സഹോദരങ്ങളെ അത്ഭുതമായി തോന്നുന്ന ഒരു കാര്യം. അള്ളാഹുവിന് വലത്തെ കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കണങ്കാലുണ്ട്. അള്ളാഹുവിന്റെ വലത്തെ കൈയിലാണ് ആകാശം, ഇടത്തെ കൈയിലാണ് ഭൂമി. ഇനി സക്കരിയ സലാഹി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, ഇത് അദ്ദേഹം എഴുതിയ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ സക്കരിയ സലാഹി പറയുന്നു, അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈ ആണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞെന്താ? അള്ളാഹ്ക്ക് വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. വലത്തെ കൈയിൽ ആകാശം, ഇടത്തെ കൈയിൽ ഭൂമി. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഈ പുസ്തകത്തിൽ പറയുന്നു, അള്ളാഹുവിന് ഇടത്തെ കൈയില്ല, രണ്ട് കൈയുള്ള രണ്ടും വലത്തെ കൈയാണ്. അള്ളാഹു വികലാംഗനാണ്. ഇസ്ലാമിന്റെ പേരിലാണ് സഹോദരങ്ങളെ ഈ പറയുന്നത്. അള്ളാഹുവിന് ഇടത്തെ കൈയില്ലല്ലോ. കൈ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ രണ്ടുണ്ടായിരുന്നല്ലേ. മുജാഹിദ് പറയുന്നത് അള്ളാഹുവിന് വലത്തെ രണ്ടും വലത്തെ കൈ. ചില ആൾക്കാർക്ക് ഈ 6-ാം വിരലുണ്ടാവും. അതേമാതിരി ഇവിടെ ഒരു കൈ കൂടി മുളച്ചിക്ക, രണ്ട് കൈ, രണ്ടും വലത്ത്, ഇടത്തിൽ കൈയില്ല. ഇങ്ങനെ നന്നാവും. എന്നിട്ടോ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വലത്തെ കയ്യിൽ ആകാശം, ഇടത്തെ കയ്യിൽ ഭൂമി. ഈ ഇല്ലാത്ത ഇടത്തെ കയ്യിൽ പിന്നെ എങ്ങനെ ഭൂമി എത്തിയത്? അതും മനസ്സിലായില്ല. ഇതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കേരളത്തിലെ വഹാബികളുടെ വിശ്വാസം. ഇനി നോക്കൂ നിങ്ങൾ, റഹീം കുറ്റ്യാടി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി, അദ്ദേഹം ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞ അതേ സർവമത സത്യവാദം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഈ പുസ്തകത്തിന്റെ മുക്തിമാർഗം എന്ന പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അങ്ങകലെ അജ്ഞാത മണ്ഡലത്തിൽ നാം സങ്കൽപ്പിച്ചാരാധിച്ചിരുന്ന നമ്മുടെ ദൈവം ഇതാ രക്ഷകനായി കരുണാമയനായി നമ്മുടെ എല്ലാം അടുത്തെത്തി നിൽക്കുന്നു. ആകാശലോകത്ത് സങ്കൽപ്പിച്ചാരാധിച്ചിരുന്ന, വിശ്വാസമല്ല മൂപ്പർക്ക്, സങ്കല്പേ ഉള്ളൂ. ആ സങ്കല്പിച്ചാരാധിച്ചിരുന്ന ദൈവം നമ്മുടെ എല്ലാം അടുത്തെത്തി നിൽക്കുന്നു. ഇനി ശ്രദ്ധിച്ചോളൂ, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദ് നബിയും മോശയും ശ്രീവ്യാസനും ശാമോലും ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും ശാമോലും ശ്രീബുദ്ധനും ദാവൂദും മറ്റനവധി വിശുദ്ധരായ നബിപുങ്കവന്മാരും മുനിശ്രേഷ്ഠരുമൊത്തുള്ള ഈ ആത്മാന്വേഷണ യാത്രയുടെ പരിസമാപ്തിയിൽ മുക്തിമാർഗ കവാടത്തിൽ നാം ഇപ്പോൾ ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. മുക്തിമാർഗ കവാടം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ കവാടം. ആ രക്ഷയുടെ കവാടത്തിൽ നാം ഒന്നിച്ചെത്തിച്ചേർന്നു. ആരോടൊപ്പം? ഗീതയും ബൈബിളും ശ്രീകൃഷ്ണനും യേശുവും മോശയും ശ്രീവ്യാസനും ശാമോലും ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും ഇവരെല്ലാവരും കൂടി ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മളെല്ലാവരും മുക്തിമാർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമും മുക്തിമാർഗമാണ്, ഹിന്ദുമതവും മുക്തിമാർഗമാണ്, ക്രിസ്തുമതവും മുക്തിമാർഗമാണ്, ജൂതമതവും മുക്തിമാർഗമാണ്. സാക്ഷാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ സർവമത സത്യവാദം സഹോദരങ്ങളെ മുക്തിമാർഗം എന്ന ഈ പുസ്തകത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ സഹോദരങ്ങളെ പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് ഇടത്തെ കൈയും വലത്തെ കൈയും ഉണ്ട്, അല്ല അള്ളാഹ്ക്ക് വലത്തെ കൈ മാത്രമേ ഉള്ളൂ ഇടത്തെ കൈയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ വഹാബികള്. എന്നാൽ അങ്ങനെയൊക്കെ പറയുന്നതിനെ കുറിച്ച് 1952 വഹാബികൾ കൊടുത്ത ഒരു ഫത്വയാണിത്. കുറച്ച് കൊല്ലം മുമ്പാ. സക്കരിയ സലാഹി അള്ളാഹ്ക്ക് രണ്ട് കൈ കണ്ടെത്തുന്നതിന് മുമ്പ് സക്കരിയ സലാഹി നാസറുദ്ദീൻ അൽബാനിന്റെ ബുക്കൊക്കെ അങ്ങനെ പരിശോധിച്ച് കുറച്ച് കോപ്പിയൊക്കെ അടിച്ചിട്ട് മുമ്പ് ഒരു ഡോക്ടറേറ്റ് നേടിയതാണ്.
അങ്ങനെ ആ ഡോക്ടറേറ്റുമായിട്ട് ആ ഗവേഷണ പഠനത്തിൽ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയതാണ് അള്ളാഹ്ക്ക് രണ്ട് കൈയുള്ള രണ്ടും വലത്താണ്, ഇടത്ത് അള്ളാഹ്ക്ക് കൈയില്ല. എന്നാൽ ഇങ്ങനെ അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹ് ഇറങ്ങി വരും, അള്ളാഹ് കയറിപ്പോകും, അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട് എന്നൊക്കെ പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസിക 1952 ജനുവരി 20 പ്രസിദ്ധീകരിച്ച അൽമനാർ മാസികയുടെ 35-ാമത്തെ പേജിൽ ഫതാവൽ മനാർ എന്ന ടൈറ്റിലിൽ ഒരു ചോദ്യമുണ്ട്. ചോദ്യം: മുബ്തദി ഫാസിഖ്, മുബ്തദി കാഫിർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി ഏത് തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുന്നു? ഉദാഹരണം സമഗ്രമായെങ്കിലും വിവരിക്കാൻ അപേക്ഷ. എന്താ ചോദിച്ചത്? തമ്മാടിയായ അനാചാരി, കാഫിറായ അനാചാരി, ഇത് രണ്ടും എങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കുക? ഇതാ ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, ഉത്തരം: ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ ആ ആൾക്ക് മുബ്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ഇനി അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. മുഹമ്മദ് നബിക്ക് ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക മുതലായ വല്ലതും ചെയ്യുന്ന ആളെ അതിന് ഉദാഹരണമായെടുക്കാം. മുബ്തദി രണ്ട് വിധം: ഒന്ന് കാഫിറായ മുബ്തദി, ഒന്ന് കാഫിറല്ലാത്ത തമ്മാടിയായ മുബ്തദി. കാഫിറായി പോകുന്ന ബിദ്അത്ത്, കാഫിറാകാത്ത ബിദ്അത്ത്. കാഫിറാകുന്ന ബിദ്അത്തിന് ഫതാവൽ മനാറിൽ കൊടുക്കുന്ന ഉദാഹരണം എന്താണ്? അള്ളാഹുവിന് ജഡമുണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന് രൂപമുണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന് ഇടത്ത് വലത്ത് എന്നിങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് പറയാ. ഇങ്ങനെയൊക്കെ പറയുന്നവർ കാഫിറുകളാകുന്നു എന്ന് ഫതാവൽ മനാറിൽ അൽമനാർ തന്നെ സഹോദരങ്ങളെ 1952 ഫത്വ കൊടുക്കുന്നു. അപ്പൊ അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്, വലത്തെ കൈയുണ്ട്, രണ്ട് കൈയും വലത്താണ്, കണങ്കാലുണ്ട്, അള്ളാഹ് ഇറങ്ങും, അള്ളാഹ് കയറും എന്നൊക്കെ പറയുന്ന ആളുകൾ കാഫിറുകളാണെന്ന് വഹാബികൾ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചതാണ്, നമ്മൾ പറഞ്ഞതല്ല. വഹാബികൾ തന്നെ ഈ വിഷയം സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം കാര്യങ്ങൾ സഹോദരങ്ങളെ വിശദീകരിക്കാനുണ്ട്. പക്ഷേ സമയം അതിക്രമിച്ചു എന്നതിലുപരി ഇത് പറഞ്ഞ് പൂർത്തിയാക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുള്ളത് കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കട്ടെ. തൗഹീദ് വഹാബികൾ അട്ടിമറിച്ച കാര്യം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിലെ വഹാബികളുടെ പൗരോഹിത്യ സഭ 2001 ജൂൺ മാസത്തിൽ പുളിക്കലിൽ വെച്ച് അവരുടെ പണ്ഡിത സഭയുടെ നിർവാഹക സമിതി ചേർന്നു. ആ നിർവാഹക സമിതിയിൽ വെച്ച് ഇവര് കണ്ടെത്തി നമ്മുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല. തൗഹീദിന് രണ്ട് കഷ്ണം മുമ്പേ ഉണ്ട്. അതേതാ? റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്. ഈ രണ്ട് കഷ്ണങ്ങൾ മുമ്പേ ഉള്ളതാണ്. എന്നാൽ ആ രണ്ട് കഷ്ണം മാത്രം പോരാ. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്ന പുതിയ ഒരു ഭാഗം കൂടി തൗഹീദിന് ഉണ്ടാകണം എന്ന് കേരളത്തിലെ വഹാബികൾ 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ ഉൾപ്പെടുത്തി അവർ പ്രഖ്യാപിച്ചു. നോക്കൂ നിങ്ങൾ, ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ വഹാബികളുടെ പണ്ഡിത സംഘടന തീരുമാനിച്ച ആ തീരുമാനം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: തൗഹീദിന് റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്,
അൽ അസ്മാ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തൗഹീദ് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? 2001 ജൂൺ മാസം 4-ാം തീയതി ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർവാഹക സമിതി യോഗം തീരുമാനിക്കുകയാണ്. തൗഹീദിന് 3 ഓറുണ്ട്. പണ്ട് വഹാബിസം പ്രചരിപ്പിച്ചിരുന്നത് തൗഹീദിന് റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത് ഇങ്ങനെ 2 ഓഹരികളുണ്ട് എന്നായിരുന്നു. ഇപ്പോൾ തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് എന്നിങ്ങനെ ഒരു 3ാമത്തെ ഒരു വിഭജനം കൂടി ഈ തൗഹീദിന് ഉണ്ടാകണം. അത് നമ്മുടെ മദ്രസകളിൽ ഇന്നു മുതൽ പഠിപ്പിക്കണമെന്ന പണ്ഡിത സംഘടന തീരുമാനിക്കുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ച കുട്ടികളോ, ഇതുവരെ ഈ തൗഹീദ് അംഗീകരിച്ചോലോ, അവര് നേരത്തെ സക്കരിയ സലാഹി പരിചയപ്പെടുത്തിയ വികലാംഗനായ അള്ളണ്ടല്ലോ, അതേമാതിരി വികലാംഗനായ തൗഹീദുമായിട്ടാണ് പരലോകത്തെത്തുക. കാരണം തൗഹീദിന് 3 അവയവങ്ങളുണ്ട്. ഒന്ന് റുബൂബിയ്യത്ത്, ഒന്ന് ഉലൂഹിയ്യത്ത്, അസ്മാ വസിഫാത്ത്. അതിൽ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും നേരത്തെ പഠിപ്പിച്ചു. അസ്മാ വസിഫാത്ത് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന 2004 ജൂൺ 4. അപ്പൊ അതുവരെ 2 അവയവം മാത്രമുണ്ടാകുന്ന തൗഹീദ് പഠിച്ചു. അത് മുതൽക്ക് 3 അവയവങ്ങളുടെ തൗഹീദ് മദ്രസയിൽ പഠിപ്പിച്ചു തുടങ്ങണമെന്നാണ് പണ്ഡിത സംഘടന തീരുമാനിക്കുന്നത്. ഞാൻ എന്താണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്? ഇത് ക്രൈസ്തവ പൗരോഹിത്യമാണ്. അള്ളാന്റെ തൗഹീദ് അള്ള നേരത്തെ തീരുമാനിച്ചതാണ്. അത് റസൂലുള്ള നേരത്തെ വിവരിച്ചതാണ്. ഇവര് പുളിക്കലെ ഓഫീസിൽ യോഗം കൂടി തീരുമാനിക്കേണ്ട കാര്യമാണോ സുഹൃത്തുക്കളെ തൗഹീദ്? തൗഹീദ് റുബൂബിയ്യത്തുണ്ടോ, തൗഹീദ് ഉലൂഹിയ്യത്തുണ്ടോ, തൗഹീദിൽ അസ്മാ വസിഫാത്തുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അള്ളയും റസൂലും അല്ലേ? ഈ പുരോഹിതന്മാർക്ക് ആരാണ് സുഹൃത്തുക്കളെ അത് തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്തത്? 2004 ജൂൺ 4 മുമ്പ് കേരളത്തിൽ മരിച്ചുപോയ വഹാബികളൊക്കെ തൗഹീദ് പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരില്ലേ ഈ കാഴ്ചപ്പാട് പ്രകാരം? ഇവരുടെ മദ്രസയിൽ തൗഹീദ് പഠിച്ച കുറെ ആളുകൾ ഇവിടെ മരിച്ചുപോയിട്ടുണ്ടല്ലോ. അവരുടെ ഒന്നും തൗഹീദ് പൂർണ്ണമല്ല. തൗഹീദ് ഇപ്പൊ പൂർണ്ണമായത് എന്ന് മുതൽക്കാ? 2004 ജൂൺ മുതൽക്കാ. അതുവരെ തൗഹീദ് ഭാഗികമായിരുന്നു. സഹോദരങ്ങളെ, ഇവരുടെ മുഴുവനും കൊള്ളത്തരം, ജിന്നും സിഹറും മന്ത്രവും തുടങ്ങി വഹാബി തൗഹീദിനെ പൊളിച്ചു കാണിക്കുന്ന ഒരു CD നമ്മുടെ അരീക്കോട് മജ്മഅയിലെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓരോ കോപ്പി നിങ്ങൾ വാങ്ങി കേട്ടാൽ ഇവരുടെ സർവ്വ തട്ടിപ്പും നേരിട്ട് കാണാം. അത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തൗഹീദിൽ ഈ അട്ടിമറി നടത്തിയതുപോലെ ഇബാദത്തിലും വഹാബികൾ അട്ടിമറി നടത്തി. നോക്കൂ, നിങ്ങൾ നേരത്തെ സക്കരിയ സലാഹി പ്രസംഗിച്ചല്ലോ, മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്നായിരുന്നു ഇതുവരെ വിശ്വാസം. ഇനി അങ്ങോട്ട് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കല്ല. അതായത് ജിന്നിനെ വിളിക്കാം, മലക്കിനെ വിളിക്കാം, പിശാചിനെ വിളിക്കാം, പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതൊന്നും ഇബാദത്തല്ല. പിശാചിനെ വിളിക്കുന്നത് മറഞ്ഞ വഴിക്കാണെങ്കിലും അത് ഇബാദത്തല്ല. മലക്കിനെ വിളിച്ചാൽ ഇബാദത്തല്ല, ജിന്നിനെ വിളിച്ചാൽ ഇബാദത്തല്ല. ഈ കഴിഞ്ഞ മഞ്ചേശ്വരം സംവാദം, അതിന്റെ CD നിങ്ങൾ കണ്ടിരിക്കും. ആ മഞ്ചേശ്വരം സംവാദത്തിൽ പോലും ഈ മൗലവിമാര് പറഞ്ഞത്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചുകൊണ്ട് പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ അക്രമികൾ ആരാണ് എന്ന് പറയുന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു. ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ബിംബങ്ങൾ മാത്രമല്ല പെടുക, പിന്നെ മലക്ക് പെടും, ജിന്ന് പെടും, ഇൻസ് പെടും, ശൈത്താൻ പെടും, എല്ലാം പെടും. അതുകൊണ്ട് വെറും വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല. മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്, മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിച്ചാലും ശിർക്കാണ്. അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന സംവാദത്തിൽ സക്കരിയ സലാഹി പ്രസംഗിക്കുകയും അങ്ങനെ വിശദീകരിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞപ്പോ ഇയാള് പറയാന്ത്, ജിന്നിനോട് സഹായം ചോദിക്കല് മറഞ്ഞ വഴിക്ക് തന്നെയാണ്, പക്ഷെ അത് ശിർക്കാവൂല. അത് പിന്നെ എന്തെങ്കിലും മഞ്ചേശ്വരത്ത് അങ്ങനെ പറഞ്ഞത്? അത് സലാം സുല്ലമി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. നോക്കൂ നിങ്ങൾ,
എത്ര മാത്രം വഞ്ചനാപരമായ നിലപാടാണ് സഹോദരങ്ങളെ ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും വഹാബികൾ സ്വീകരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ വഹാബികൾ സൗജന്യമായി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പേരിലുള്ള ഒരു ക്ഷുദ്രകൃതി. ആ പുസ്തകത്തിൽ സഹോദരങ്ങളെ അതിന്റെ 102-ാമത്തെ പേജിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ അവരുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറയുന്നത്, 102-ാമത്തെ പേജിൽ പറയുന്നത്, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാവുന്നു, ബഹുദൈവത്വമാവുന്നു എന്നാണ്. എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഈ പറഞ്ഞതനുസരിച്ച് ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണോ? കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിലല്ലേ ജിന്നിനോട് സഹായം ചോദിക്കുന്നത്, അത് ശിർക്കാകണം. മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകണം ആണ് എന്നായിരുന്നു ഇവരുടെ വാദം. അതായിരുന്നു ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചുകൊണ്ട് ഇവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഖുർത്തുബി പറയുന്ന അതൊന്നുമല്ല. ഖുർത്തുബി പറയുന്നത് ദൈവം എന്ന നിലക്ക് മനുഷ്യനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും ആരെ വിളിച്ചാലും അത് ശിർക്കാണ്. അതാ ഖുർത്തുബി പറയുന്നത്. പക്ഷെ ഇവരെന്താക്കി, അത് ജിന്നിനെ വിളിച്ചാലും ഇൻസിനെ വിളിച്ചാലും മനുഷ്യനെ വിളിച്ചാലും ശൈത്താനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും അതൊക്കെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിലുള്ള വിളിയാണ്, അതുകൊണ്ട് ശിർക്കാണ്. എന്നാൽ ഈ പുസ്തകം എഴുതിയ വഹാബികൾ മഞ്ചേശ്വരം സംവാദത്തിൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് ജിന്നിനോട് ചോദിച്ചാലും ഇൻസിനോട് ചോദിച്ചാലും ശൈത്താനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും അത് ശിർക്കാണ് എന്ന് ചങ്ക് പൊട്ടിച്ച് പ്രസംഗിച്ച സക്കരിയ സലാഹി ജീവിക്കുന്ന വഹാബിസം. സഹോദരങ്ങളെ, അതേ സക്കരിയ സലാഹി തന്നെ വിചിന്തനം വാരികയിൽ അദ്ദേഹം ലേഖനമെഴുതി, മറഞ്ഞ വഴിക്ക് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ചോദിച്ചാൽ അത് ശിർക്കാവൂല. മറഞ്ഞ വഴിക്ക് സഹായം ചോദിച്ചതുകൊണ്ട് മാത്രം ശിർക്കാവൂല. ശിർക്കാകണമെങ്കിൽ എന്താകണം? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യത്തിൽ സഹായം ചോദിക്കണം. മനുഷ്യ എന്നുള്ളടത്ത് എന്ത് വെച്ചു കൊടുത്തു? മനുഷ്യ എന്നുള്ളടത്ത് മനുഷ്യ കഴിവുകൾക്ക് എന്നുള്ളടത്ത് സൃഷ്ടികളുടെ കഴിവിന് അതീതമായ. എന്തിനാ? ഈ ജിന്ന് ഇതിൽ പെടാനാ. ജിന്നും പെടണം, മലക്കും പെടണം, ശൈത്താനും പെടണം. കാരണം നമ്മൾ പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുവാടിയിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ചികിത്സാ കേന്ദ്രം. മറ്റൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് കോഹിനൂറിൽ ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. ജിന്ന് ചികിത്സ. ജിന്ന് കൂടിയവരെ വേണമെങ്കിൽ അവിടെ അടിച്ചിറക്കും. ഏർവാടിയൊന്നും പോകേണ്ട ആവശ്യമില്ലപ്പോ. അങ്ങനെ ജമാൽ ചെറുവാടി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി എടക്കരയിലും പരിസരത്തും ഒരുപാട് ചികിത്സകൾ നടത്തി. അങ്ങനെ കുറെ പെൺകുട്ടികൾ ഇപ്പൊ തൊലാഖ് ചെല്ലപ്പെട്ട രീതിയിൽ വീട്ടിലിരിക്കുകയാണ്. അടിച്ചിട്ട് ചികിത്സ, ജിന്ന് ചികിത്സയാണ്. സഹോദരങ്ങളെ, വിചിന്തനം വാരികയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കോപ്പി. വിചിന്തനം വാരികയിൽ ഈ സാക്ഷാൽ സക്കരിയ സലാഹി അയാൾ ലേഖനം എഴുതി, മനുഷ്യ കഴിവിന് അതീതമെന്നല്ല, മറഞ്ഞ വഴിക്ക് എന്ന് പറഞ്ഞാൽ കാണാത്ത വഴിക്ക് എന്നല്ല, പിന്നെയോ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ്. അപ്പൊ സൃഷ്ടികളുടെ കഴിവ് എന്ന് പറയുമ്പോ ജിന്ന് സൃഷ്ടിയാണ്, മലക്ക് സൃഷ്ടിയാണ്, അവരോടൊക്കെ സഹായം ചോദിക്കാം. പിന്നെ ആരോട്? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പടച്ചോനല്ലാത്തവരൊക്കെ സൃഷ്ടികളിൽ പെട്ടല്ലോ. അപ്പൊ പടച്ചോന്റെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാലേ ശിർക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കാ. സുബ്ഹാനല്ലാഹ്. വഹാബി മൗലവിമാരുടെ വീട്ടിൽ നിന്ന് എപ്പോഴാണ് കുതുബിയത്ത് പൊന്തുന്നത് എന്ന് മാത്രമേ നോക്കിയാൽ മതി. ജിന്നിനൊപ്പം വിളിക്കുന്നുണ്ട്, മലക്കുകളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, ശൈത്താന്മാരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രല്ല വഹാബികൾ പറയുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത്, കാറിലോ മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പോക്കറ്റിൽ ഒരു ജിന്നുണ്ടാണെന്നാണ്. യാത്രയിൽ വലിയ അപകടമൊക്കെ സംഭവിക്കുമ്പോൾ ഈ ജിന്നുകളെ സംരക്ഷിക്കും. അതിനൊരു ജിന്നിനെ വശത്താക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് മുജാഹിദ് മൗലവിമാർ പ്രസംഗിക്കാൻ തുടങ്ങി. മാത്രമല്ല വളരെ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം മേശ ഇങ്ങോട്ട് വലിക്കുമ്പോൾ കാലിന്റെ ചോട്ടിൽ ചിലപ്പോൾ ജിന്ന് പെട്ടേക്കും. വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ സഹോദരിമാർ ചൂടുവെള്ളമോ മറ്റോ ചുഴറ്റി അങ്ങോട്ട് പുറത്തേക്ക് ചൊരിച്ചാൽ അത് വളരെ സൂക്ഷിക്കണം. കാരണം ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് ജിന്നുണ്ടായേക്കും. ആ ജിന്നിന് അപകടം പറ്റിയാൽ അത് വീട്ടിലേക്ക് കയറി വരും. അങ്ങനെ നമ്മൾ ആക്രമിക്കും. ആരാണ് ഈ പ്രസംഗിക്കുന്നത്? വഹാബി മൗലവിമാർ.
അപ്പോൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ എന്ന ഇബാദത്തിന്റെ നിർവചനം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ എന്നാക്കി തിരുത്തി. പൗരോഹിത്യം, എത്ര പൗരോഹിത്യം എണ്ണിപ്പയാന് ഒരുപാട് എണ്ണിയിട്ടുണ്ട്. ഇനിയും സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചുമുള്ള കാര്യമാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഇപ്പൊ രസകരമായൊരു കാര്യം വേറെ ഉണ്ടായി. 16 കൊല്ലത്തിന് ശേഷം വിചിന്തനം വാരിക ഒരു തിരുത്ത് പ്രസിദ്ധീകരിച്ചു. എന്താണ് തിരുത്ത്? പഴയ കാലത്ത് വഹാബികളുടെ അഭിപ്രായം ശിഹാബ് തങ്ങൾ കാഫിറല്ല എന്നായിരുന്നു. ശ്രദ്ധിക്കണേ, പഴയ കാലത്ത് വഹാബികളുടെ അഭിപ്രായം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാഫിറല്ല, മുസ്ലിമാണ് എന്നായിരുന്നു. അതെവിടെ പറഞ്ഞു? മുസ്ലിം ടുഡേ എന്ന പുസ്തകം എന്ന ദ്വൈമാസികയുടെ 23-ാമത്തെ പേജ്. ആ മാസികയിൽ ഈ സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന മൗലവിയുമായി ഒരു അഭിമുഖം. സുഹൈർ ചുങ്കത്തറ, ഇദ്ദേഹത്തിന് കുറെ സവിശേഷതകളുണ്ട്. പക്ഷെ ഈ സ്റ്റേജ് അത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. ശരീഅത്ത് പൂർത്തിയാക്കിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഏതായിരുന്നാലും ഇദ്ദേഹം ത്തോടൊരു ചോദ്യം, അല്ലാഹു അല്ലാത്തവരെ ചോദ്യം, ശിഹാബ് തങ്ങളെപ്പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മുസ്ലിം ടുഡേ ഇദ്ദേഹത്തോട് ചോദിക്കാം, ശിഹാബ് തങ്ങളെപ്പോലെയുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല. മാത്രമല്ല, ശിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള മറ്റ് സുന്നികളും ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല. അതുകൊണ്ട് അവർ മുശ്രിക്കുകളുമല്ല. ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദുമൊക്കെ ആവുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? മുഹിയുദ്ദീൻ ഷേഖ് ദൈവമാണെന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാവുള്ളൂ. ബദരീങ്ങളെ വിളിക്കുമ്പോ ബദരീങ്ങൾ ദൈവങ്ങളാണെന്ന് വിളിച്ചെങ്കിലേ ശിർക്കാവുള്ളൂ. ശിഹാബ് തങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. വിവരമുള്ള ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ശിഹാബ് തങ്ങൾ വിളിച്ചാൽ തന്നെ മുശ്രിക്കാവൂല. മുസ്ലിം ടുഡേ 2003 23-ാമത്തെ പേജിൽ പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഇതേതാ വാരിക? വിചിന്തനം വാരിക 2007 മാർച്ച് 23. 1991 മുസ്ലിം ടുഡേ പ്രസിദ്ധീകരിക്കുന്നത്. അന്നാണ് നേരത്തെ നടന്ന അഭിമുഖം ശിഹാബ് തങ്ങൾ കാഫിർ അല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, 2007 മാർച്ച് 23 പ്രസിദ്ധീകരിച്ച വിചിന്തനം വാരികയിൽ ഒരു തിരുത്തിന്റെ ലോകത്താണ് ഇപ്പോൾ വഹാബികൾ. വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പൊ നോക്കിയാൽ തിരുത്തിന്റെ നീണ്ട പട്ടിക കാണാം. 16 കൊല്ലോ 20 കൊല്ലോ ഒക്കെ മുമ്പുള്ളത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തിരുത്ത്? മുസ്ലിം ടുഡേ 91 സെപ്റ്റംബർ ഒക്ടോബർ ലക്കത്തിൽ എന്റേതായി വന്ന ഇന്റർവ്യൂവിൽ വന്ന വാചകങ്ങളെ ചില സുഹൃത്തുക്കൾ വിമർശനത്തിന് ഉപയോഗിക്കുന്നതായി അറിയുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെയാണ്. അത് പണ്ഡിതന്മാർ നടത്തിയാലും പാമരന്മാർ നടത്തിയാലും ശിർക്ക് തന്നെയാണ്. ചെയ്തത് പ്രാർത്ഥനയാണോ എങ്കിൽ ശിർക്ക് തന്നെ. അതുകൊണ്ട് അങ്ങനെയല്ലെന്ന് തോന്നിക്കുന്ന വാചകങ്ങൾ തിരുത്തണമെന്നും ഇനി ആരും അത് ഉദ്ധരിക്കരുതെന്നും അപേക്ഷ. 16 കൊല്ലം മുമ്പ് ശിഹാബ് തങ്ങൾ മുസ്ലിമായിരുന്നു. 16 കൊല്ലത്തിന് ശേഷം ശിഹാബ് തങ്ങൾ വീണ്ടും കാഫിറായി. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത്, മുത്തുനബിയെന്ന് വിളിക്കുന്നത്, ബദരീങ്ങളെന്ന് വിളിക്കുന്നത് ശിഹാബ് തങ്ങളാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും പാമരന്മാരാണെങ്കിലും ആരാണെങ്കിലും മുശ്രിക്ക് തന്നെ. അത് അന്ന് ഞാൻ അങ്ങനെയല്ല എന്ന് തോന്നിക്കുന്ന ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ അടുത്ത് അബദ്ധം സംഭവിച്ചതാണ്. അതുകൊണ്ട് അത് തിരുത്തുന്നു. ഇനി ആരും അത് ഉദ്ധരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഇവരുടെ പോക്ക് എങ്ങോട്ടാണ്? ഇവര് മതമുണ്ടാക്കി അള്ളാഹുവിനെ ഒരു പരുവത്തിലാക്കി. കയ്യും കാലും മുഖവും ചെവിയും ഒക്കെ കൂടിയുള്ളവർ അള്ളാഹിയിട്ട് ഒരു പരുവത്തിലാക്കി. അള്ളാന്റെ റസൂലിനെ ഇവരൊരു പരുവത്തിലാക്കി.
ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ കാഫറാക്കിയും മുസ്ലിമീങ്ങളെ കൊന്നും ഇസ്ലാം വെട്ടിയും നിസ്കാരം വെട്ടിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി അതിന് പറയാനുണ്ട്. പക്ഷേ സമയം വളരെ അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. നിസ്കാരത്തിന്റെ കാര്യം കൂടി ഞാൻ ഒറ്റവാക്കിൽ സൂചിപ്പിച്ചോട്ടെ. നിസ്കാരം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമല്ലോ നിസ്കരിക്കാൻ, വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണമല്ലോ നിസ്കരിക്കാൻ, പ്രധാനപ്പെട്ട നിബന്ധനയാണല്ലോ. എന്നാൽ വഹാബികളുടെ ഹദീസ് പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി പറയുന്നത് വലിയ എടുപ്പേടുണ്ടായി ജനാബത്തുണ്ടായാൽ കുളി നിർബന്ധമല്ല എന്നാണ്. വികാരം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാതെ അല്പം ബീജം പുറപ്പെട്ടാൽ കുളിക്കേണ്ടതില്ല. ബീജം പിന്നെ എത്ര ലിറ്റർ പുറപ്പെടേണ്ടിരുന്നു മൂപ്പരോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല എത്രയാണത് പുറപ്പെടൽ കുളിക്കാൻ. ബീജം പുറപ്പെടുന്ന അല്പമാണെങ്കിൽ കുളി നിർബന്ധമല്ല. കഴുകിക്കളഞ്ഞ ശേഷം ഒതുണ്ടാക്കിയാൽ മതി. നിസ്കാരം പോയോ? കോയാക്കുട്ടി ഫാറൂഖി എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒതു മുറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മൂപ്പർ പറയുന്നുണ്ട്, കീവാഴുവാണെങ്കിൽ വാസനയോ ശബ്ദമോ ഉണ്ടെങ്കിൽ മാത്രമേ മുറിയുള്ളൂ. കാറ്റൊന്നും അടിച്ചിട്ട് ഒതു മുറിയില്ല, കാറ്റടിച്ചാൽ കുടപ്പന മുറിയും. ഒതു മുറിയില്ല എന്ന് അയാൾ പറയുന്നത്. ഒതു മുറിയാണെങ്കിൽ വാസന വേണം, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദം വേണം, എന്തെങ്കിലും ഒതു മുറിയുള്ളൂ. സമ്പൂർണ്ണ നമസ്കാരക്രമം എന്ന പുസ്തകത്തിൽ സഹോദരങ്ങളെ ഈ മൗലവി അത് പറയുന്നു. ഇത് നിസ്കാരത്തിന്റെ കാര്യം. ഇനി അവിടെ കുറെ പറയാനുണ്ട്. നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും മുഴുവൻ വെട്ടിത്തിരുത്തി ആകെ മലീമസമാക്കിയ ചിത്രം ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത്. ആ സക്കാത്ത് ഇവരെന്താക്കി? ചപ്പിളിയാക്കി. സക്കാത്ത് കൊടുക്കുന്ന രീതി അട്ടിമറിച്ചു. അത് തണ്ടൽ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവർ കൂട്ടത്തണ്ടൽ. ഒരു പാവപ്പെട്ടവൻ മുതലാളിയുടെ സക്കാത്ത് ചോദിക്കുന്ന, മുതലാളിയിൽ നിന്ന് പണം ചോദിക്കുന്ന ഒരിക്കലും യാചനയല്ല, അതവന്റെ അവകാശം ചോദിക്കലാണ്. കാരണം മുതലാളിയുടെ ഔദാര്യമല്ല സക്കാത്ത്. സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് മുതലാളി കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ പാവപ്പെട്ടവൻ അധികാരമുണ്ട്. പക്ഷെ അത് യാചനയായി ചിത്രീകരിച്ചു. എന്നിട്ടോ ഇവര് കമ്മിറ്റിയുടെ പേരിൽ കൂട്ടയാചന നടത്തി. സഹോദരങ്ങളെ, അങ്ങനെ വഹാബികൾ നടത്തിയ, നോക്കൂ നിങ്ങൾ, വഹാബികൾ നടത്തി സക്കാത്ത് കൊടുത്ത, ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ? ഈ പുസ്തകത്തിൽ ഇതെന്താണ് അറിയോ? ഇത് പണ്ടൊരു കഥ പറയാറുണ്ട്. കേരള നദവത്തുൽ മുജാഹിദീൻ കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ അവർ പ്രസിദ്ധീകരിച്ച കണക്ക് പുസ്തകമാണ്. സക്കാത്തിന്റെ കണക്കാണ്. ഇതിൽ ഒന്നാമത് പറയുന്നത്, ജനങ്ങളുടെ സ്വത്തുക്കളുടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല. പലിശ ഹറാമാണെന്നാണ് ആദ്യത്തെ പേജിൽ പറയുന്നത്. എന്നിട്ട് അവസാനത്തെ പേജിൽ നോക്കൂ നിങ്ങൾ, കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സക്കാത്തിന്റെ കണക്ക് എന്താ? സക്കാത്തിന്റെ കണക്ക് മുൻ വർഷത്തെ ബാക്കി 41,104 റുപ്യ. മുൻ വർഷത്തെ ബാക്കി സക്കാത്തില് പാവപ്പെട്ടവരും ഫക്കീർമാരും മിസ്കീമാരും ഒക്കെ കഴിഞ്ഞിട്ട് സക്കാത്തിൽ പിന്നെ 40,000 റുപ്യ ബാക്കി. ഏതാണാവ ഈ വെള്ളരിക്ക പട്ടണം? നമ്മുടെ കേരളത്തില് ഒരു ഗ്രാമം, അവിടെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകളില്ല. എന്നിട്ട് 40,000 റുപ്യ വഹാബികൾക്ക് സക്കാത്ത് ഫണ്ടിൽ ബാക്കി. അങ്ങനെ മുൻ വർഷത്തെ ബാക്കി 41,000. മേൽ പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522 റുപ്യ. മൂന്നാമത്തെ വരവ് ബാങ്ക് പലിശ 939 റുപ്യ. മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ പലിശ ഹലാലാക്കിയെന്ന്, പലിശ അനുവദനീയമാക്കിയെന്ന് യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നോക്കൂ നിങ്ങൾ, നേരത്തെയുള്ള 40,000 റുപ്യയുടെ ബാലൻസ് ഇവർ കൊണ്ടുപോയി ബാങ്കിലിട്ടു. ആ ബാങ്കിൽ നിന്ന് കിട്ടിയ 939 റുപ്യ പലിശ ഈ കൊല്ലത്തെ സക്കാത്തിലേക്ക് വരവ് കൂട്ടി. എന്ത് സംഭവിച്ചു? 2 ലക്ഷത്തി ചില്ലാനം റുപ്യ മുതലാളിമാര് സക്കാത്ത് കൊടുത്തതും നേരത്തെ കൊടുത്ത സക്കാത്തും അതെല്ലാം കൂടി ഈ പലിശയിലിട്ട് കൂട്ടിക്കുഴച്ചു. എന്നിട്ട് ആ പലിശ കൊണ്ട് പാവപ്പെട്ടവന് കഞ്ഞി കൊടുത്തു, പാവപ്പെട്ടവന് മരുന്ന് വാങ്ങിക്കൊടുത്തു, പാവപ്പെട്ടവന് പുര കെട്ടാനുള്ള ഓല വാങ്ങിക്കൊടുത്തു. അതിന്റെ ഒക്കെ കണക്ക് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പാവപ്പെട്ടവരെ കൊണ്ട് ഹറാമ് തീറ്റിക്കുന്ന,
സക്കാത്തിന്റെ പേരിൽ പലിശ അനുവദിക്കുന്ന ഈ പൗരോഹിത്യം സഹോദരങ്ങളെ, ആരാണ് ഇവർക്ക് ഇതിന് അധികാരം കൊടുത്തത്? ഇസ്ലാമിൽ പലിശ ഉണ്ടോ? ഇസ്ലാമിൽ പലിശ അനുവദനീയമാണോ? ഇനി പലിശ ഒറ്റക്ക് വാങ്ങി പിടുങ്ങി സ്വന്തം നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെക്കാം. ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മൊത്തവും വരുന്ന ഈ നരകം തീറ്റിച്ചില്ലേ സഹോദരങ്ങളെ? പലിശ തീറ്റിച്ചില്ലേ സഹോദരങ്ങളെ? ഇത് ഞാൻ ഈ പുസ്തകം കിട്ടിയപ്പോൾ മനസ്സിലാക്കിയിരുന്നു ഇതെന്തോ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതല്ല, ഇപ്പൊ വഹാബികൾക്ക് പല സ്ഥലത്തും മൗലവി ഗ്രൂപ്പ്, മടവൂർ ഗ്രൂപ്പിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്താ കേസ്? അടുത്ത് ഒരു കേസിൽ വിധി വന്നു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ വിഷയം? മൗലവി ഗ്രൂപ്പിന്റെ ഒരു ഷോപ്പിംഗ് കെട്ടിടം മടവൂർ ഗ്രൂപ്പ് പിടിച്ചടക്കി. അത് കിട്ടാൻ വേണ്ടി മൗലവി ഗ്രൂപ്പ് കേസ് കൊടുത്തു. കേസ് കൊടുത്തത് എന്താ? ഞങ്ങൾക്ക് ഇത്രയും മാസത്തെ വാടകയും വേണം, ആ വാടകയുടെ പലിശയും വേണം. കുടിശ്ശികയുള്ള വാടക മാത്രം പോരാ, ആ വാടകയുടെ പലിശയും ഞങ്ങൾക്ക് ഈടാക്കി തരണമെന്ന് പറഞ്ഞ് കോടതിക്ക് അപേക്ഷ കൊടുത്തു. കോടതി പലിശ സഹിതം വാടക കൊടുക്കണമെന്ന് മൗലവി ഗ്രൂപ്പിന് വേണ്ടി വിധി പ്രസ്താവിച്ചു. അങ്ങനെ മടവൂർ ഗ്രൂപ്പ് വീണ്ടും അപ്പീൽ പോയി. സഹോദരങ്ങളെ, അങ്ങനെ പലിശ കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുകയും ആ കേസ് കൊടുത്തുകൊണ്ട് വിധി സമ്പാദിക്കുകയും അങ്ങനെ പലിശ പിടുങ്ങുകയും പലിശ അനുവദനീയമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പൗരോഹിത്യ കൂട്ടമായി വഹാബിസം അധപ്പതിച്ചിരിക്കുന്നു. ഈ വഹാബിസത്തെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഹക്ക് ഹക്കായി മനസ്സിലാക്കിയത് പിൻപറ്റാനും ബാത്തില് ബാത്തിലായി മനസ്സിലാക്കിയത് തള്ളിക്കളയാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.